ഡെഫിനിഷൻ പ്രകാരം മഴ തീരെ പെയ്യാതിരിക്കുകയോ വളരെ വിരളമായി പെയ്യുകയോ ചെയ്യുന്ന സ്ഥലത്തിനാണ് മരുഭൂമി എന്ന് പറയാം. ഇപ്പൊ ഐസ്, അന്റാർട്ടിക്കയിൽ ഐസ് കിടക്കുന്ന സ്ഥലം മരുഭൂമിയാണെന്ന കണക്കില്. പക്ഷെ നമുക്ക് മരുഭൂമി എന്ന് പറയുമ്പോൾ അതൊന്നും ഓടൂല. അത് ആ മണലൊക്കെ കാണുമ്പോഴല്ലേ മരുഭൂമി ആവുള്ളൂ എന്നാണ്. മരുഭൂമി കരയും മഞ്ഞ് കിടക്കുന്ന ഭാഗങ്ങളും ഒക്കെ മഴയില്ലാതെ വന്നാൽ, മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങൾക്കൊക്കെ മരുഭൂമി എന്ന് പറയാം. അപ്പോൾ ഭൂമി മരുഭൂമിയായി മാറുന്ന ഒരു സമയം, മഴ തീരെയില്ലാത്തൊരു കാലം വരുന്നു മസീഹ് ദജ്ജാലിന്റെ വരവിന്റെ തൊട്ടു മുമ്പ്. ഭൂമിയോട് പറയും ചെടികൾ മുളപ്പിക്കരുത് എന്ന്. അങ്ങനെ കൃഷിയിടങ്ങൾ വിളവെടുക്കാത്ത സമയം വരും. പച്ചയായി ഒന്നും ഭൂമിയിൽ നിന്ന് മുളക്കുന്നില്ല, വരണ്ട് കിടക്കുകയാണ്. ഫലാ തുംബിതു ഖദറാ, പച്ചയായതൊന്നും ഭൂമിയിൽ മുളക്കുന്നില്ല. സൗണ്ട് പെർഫെക്റ്റ്. ഫലാ തബ്ഖാ ദാതു ദിൽഫിൻ ഇല്ലാ ഹലകത് ഇല്ലാ മാ ഷാ അല്ലാഹ്. എല്ലാ ജീവജാലങ്ങളും നഖങ്ങളുള്ള കുളമ്പുള്ള എല്ലാ ജീവികളും ഇല്ലാ ഹലകത്, എല്ലാം ചത്തുപോകും. ഖാലൂ, അവർ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഫമാ യുഈശുന്നാസ ഫീ ദാലിക സമാൻ, എങ്ങനെയാണ് നബിയെ ആളുകൾ ജീവിക്കുന്നത്? അപ്പോ മസീഹ് ദജ്ജാൽ വരുമ്പോൾ മനുഷ്യന്മാരുണ്ടാവുമല്ലോ, എങ്ങനെയാണ് അവർ ജീവിക്കുന്നത്? ഖാല തഹ്ലീലു വത്തക്ബീറു വത്തഹ്മീദ് വയുജ്റാ ദാലിക അലൈഹിം മജ്റത് തആം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ്. തഹ്ലീലും തക്ബീറും തഹ്മീദും, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ദിക്റുകളാണ് ജനങ്ങൾക്ക് ജീവിക്കാൻ സഹായമാവുക. വയുജ്റാ ദാലിക അലൈഹിം മജ്റത് തആം, ഭക്ഷണം നൽകപ്പെടുന്ന പോലെ ഭക്ഷണത്തിന്റെ ഉപകാരം അവർക്ക് ഈ ദിക്ർ കൊണ്ടുണ്ടാകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്ഷണം തിന്നാത്തൊരു സമയത്ത് സത്യവിശ്വാസികൾ, അവർക്ക് അല്ലാഹു നൽകുന്ന ഒരു വഴി അതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, അല്ലാഹുവിനെ കുറിച്ചുള്ള തസ്ബീഹ്, സുബ്ഹാനല്ലാഹ്, നീ പരിശുദ്ധനാണ് റബ്ബേ, അൽഹംദുലില്ലാഹ്, എല്ലാ സ്തുതിയും അല്ലാഹുവേ നിനക്കർഹതപ്പെട്ടതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്ക് അർഹതയുള്ളവൻ അല്ലാഹുവേ നീ ഒരുത്തൻ മാത്രമാണ്, അല്ലാഹു അക്ബറു, എല്ലാറ്റിനേക്കാളും എല്ലാവരെക്കാളും അല്ലാഹു വലിയവനാണ് എന്ന ദിക്റാണ് ആ സമയത്ത് ജനങ്ങൾക്ക് ഭക്ഷണത്തിന്റെ പകരം അതായിരിക്കും അവരുടെ ഭക്ഷണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് സമദാനികളായ ആളുകൾ 40 ദിവസത്തിലേറെ ഒരുമിച്ച് നോമ്പെടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. الرباني يأكل مرة في 40 يوما والصمداني في 80 يوما. ചെറിയ തിരുത്ത്. റബ്ബാനികളായ ആളുകൾ 40 ദിവസവും സമദാനികളായ ആളുകൾ 80 ദിവസവും. 80 ദിവസത്തിലൊരിക്കലാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. റബ്ബാനികൾ 40 ദിവസത്തിലൊരിക്കൽ. ഇങ്ങനെ ഒരു വ്യത്യാസം, ഇങ്ങനെ ഒരു തലത്തിൽ ജീവിക്കുന്ന ആളുകൾ ഭൂമി ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ നോമ്പും നമ്മുടെ ഈ പ്രയാസമൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയാണ്. സഹൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ആളുകൾ ചോദിച്ചു, 40 ദിവസത്തിലൊരിക്കൽ അയ്ന യദ്ഹബു ലഹബുൽ ജൂഇ അൻ, വിശപ്പുണ്ടാവൂലേ, വിശപ്പ് കേട്ടാ പോകുന്നത്, 40 ദിവസമൊക്കെ പിടിച്ചിരിക്കുക കഴിയോ? അല്ലാഹു നൽകുന്ന ഒരു പ്രകാശം ആ വിശപ്പിന്റെ കാഠിന്യത്തെ, വിശപ്പിന്റെ തീജ്വാലകളെ ഊതിക്കെടുത്തുമെന്ന് മഹാനായ സഹൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു. ഇത് മഹാന്മാരുടെ കറാമത്തിൽപ്പെട്ട സംഭവമാണ്, കറാമത്താണിത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു 6 ദിവസം തുടർച്ചയായി ഭക്ഷണം കഴിക്കാതെ നിന്നിട്ടുണ്ട്. വിസ്വാലുസ് സൗം എന്ന് പറയും. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു കാന യത്വി 7 അയ്യാം, 7 ദിവസം. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർ. മഹാനായ സുഫിയാനു സൗരിയും ഇബ്രാഹിം അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹിമാ കാന യത്വിയാനി 3 അയ്യാം, 3 ദിവസം തുടർച്ചയായി അവർ ഭക്ഷണമില്ലാതെ പിടിച്ചു നിന്നിട്ടുണ്ട്. മഹാനായ മുഹമ്മദ് ബിൻ ഉമർ അൽ ഔഫി, അബ്ദുറഹ്മാൻ ബിൻ ഇബ്രാഹിം അൽ ദുഹൈം,
ഇബ്രാഹിം ഉത്തൈമി, ഹജ്ജാജ് ഇബ്നു ഖറാഫിസ, ഹഫ്സുൽ ആബിദുൽ മസ്വീസി, മുസ്തലിം ഇബ്നു സഈദ്, സുഹൈറുൽ ബാനി, സുലൈമാനുൽ ഖവ്വാസ്, നേരത്തെ പറഞ്ഞ സഹൽ ഇബ്നു അബ്ദുല്ലാഹ്, ഇബ്രാഹിം അഹ്മദുൽ ഖവ്വാസ്, ഇവരെല്ലാം 30 ദിവസത്തോളം 30 ദിവസം തുടർച്ചയായി ഭക്ഷണമില്ലാതെ പിടിച്ചിട്ടുണ്ടെന്ന ഇതൊക്കെ കറാമത്തുകളാണ്. അവർക്ക് അല്ലാഹു നൽകിയ വലിയ അത്ഭുതങ്ങളാണ്. പിന്നെ എങ്ങനെ പിടിച്ചിരുന്നത്? സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ്, ഇതുപോലെയുള്ള ദിക്റുകളിലൂടെ അള്ളാഹുവിൻ്റെ സ്മരണയിൽ ത്യാഗം ചെയ്യാൻ കഴിഞ്ഞ എത്രയോ പ്രഗത്ഭരായ പണ്ഡിതന്മാർ. അതുകൊണ്ട് 30 ദിവസത്തിൽ ഒരു പകൽ സമയം നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് വലിയ പ്രയാസമായിട്ടൊന്നും നമ്മൾ കാണരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തിന് ഉത്സാഹവും താല്പര്യവും കഴിവും അള്ളാഹു നമുക്ക് നൽകട്ടെ. വലിയ വലിയ മഹത്തുക്കളെ നമ്മൾ പറയുന്നത് അവരിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു സമാധാനം വരും. തവാഫ് ചെയ്യുന്ന സമയത്ത് മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ പോയി തവാഫ് കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കലുണ്ട്. എന്തിനാ? അത് ഇബ്രാഹിം നബിന്റെ കാലാണ് പിടിച്ചു വെച്ച അടയാളമാണ് മഖാം ഇബ്രാഹിം എന്ന് പറയുന്ന അലൈഹിസ്സലാം ആ കല്ലിലുള്ളത്. തവാഫിന് കഴിയുമ്പോഴേക്ക് ഇപ്പോഴൊക്കെ തിരക്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെയാണ് തവാഫ് തീരാൻ സമയം എടുക്കുന്നത്. സഅയും അങ്ങനെ തന്നെ. അപ്പൊ അങ്ങനെ കാല് കടയും, മസിലൊക്കെ വലിയും, കാലൊന്നും പിന്നെ മുന്നോട്ട് പോകില്ല. അപ്പോഴാ മഖാം ഇബ്രാഹിമിന്റെ പിന്നെ നിസ്കരിക്കാൻ പറഞ്ഞു. പഠിച്ചോ, കാല് കടഞ്ഞല്ലേ, എനിക്ക് വേണ്ടി 1000കണക്കിന് കിലോമീറ്റർ നടന്ന ഒരു മഹാന്റെ കാലിൻ്റെ അടയാളം ഈ കല്ലിൽ പതിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ നടന്നൊന്നുമല്ല, അതിൽ വലിയ നടന്ന ആൾ ഇവിടെ ഉണ്ട് കേട്ടോ എന്ന് അള്ളാഹു സൂചിപ്പിക്കുക കൂടിയാണ് മഖാം ഇബ്രാഹിമിൻ്റെ പിന്നിൽ പോയി നിസ്കരിക്കാൻ പറയുമ്പോൾ. നിങ്ങൾ തളർന്നല്ലേ? കാബ ചുറ്റും തളരും നമ്മൾ. പക്ഷെ എനിക്ക് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ച ഒരാളുടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഫലസ്തീൻ എന്ന് മക്കയിലേക്ക് എന്ന് പറഞ്ഞാൽ മിനിമം 1000-1100 കിലോമീറ്ററോളം വരും വൺ സൈഡ്. അങ്ങനെ 5 ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മരുഭൂമിയിലൂടെ നടന്നിട്ട് ഒട്ടകപ്പുറത്തൊക്കെ ആയിട്ട്. ആലോചിച്ച് നോക്കി, ആ മഹാന്റെ കാലാണ് ഇവിടെ പിടിച്ചു വെച്ചത്. അപ്പോൾ സുഫിയാൻ സൗരി തങ്ങളുടെയും സുലൈമാനുൽ ഖവ്വാസ് തങ്ങളുടെയും ഒക്കെ അനുഭവങ്ങൾ നമ്മൾ പറയുമ്പോഴേ 30 ദിവസം തീരെ ഭക്ഷണം കഴിക്കാൻ, നമുക്കിപ്പോൾ നോമ്പ് തുറന്നാൽ ഭക്ഷണം കഴിക്കാമല്ലോ, അത്താഴം കഴിക്കാമല്ലോ, അല്ലെ ഇടക്ക് കഴിക്കാമല്ലോ, അപ്പോൾ പിന്നെ നമ്മുടെ നോമ്പൊന്നും വലിയ പ്രയാസമില്ലല്ലോ എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാനും ഒന്ന് ആശ്വാസപ്പെടാനും ആമുഖമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്ത് ഖബൂൽ ചെയ്യട്ടെ. ഇന്ന് 25-ാം രാവായിരിക്കും. ലൈലത്തുൽ ഖദറിന് സാധ്യതയുള്ള രാവാണ്. 27 വരാൻ പോകുന്നു. 29 അള്ളാഹു നരകമോചനവും പാപമോചനവും ലഭിക്കുകയും സ്വർഗപ്രവേശനം അള്ളാഹു രേഖപ്പെടുത്തുകയും ചെയ്യുന്നവരിൽ നമ്മയും നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ, സാദാത്യങ്ങൾ, ദീനിൻ്റെ ഖാദിമീങ്ങൾ, നമ്മൾ ഓരോരുത്തരും മുസ്ലിം ഉമ്മത്തിനെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ച് പറയുമ്പോഴേ അത് വർഷത്തിൽ ഒരു രാത്രിയാണ്. റമദാനിലെ ഒരു രാത്രിയാണ്. അവസാനത്തെ 10-ലെ ഒരു രാത്രിയാണ്. അത് നഷ്ടപ്പെട്ടാൽ വീണ്ടെടുക്കാൻ വല്ല മാർഗമുണ്ടോ? ഉണ്ടോ? ഇല്ല എന്നല്ലേ. പക്ഷേ ഒരു സംഭവം മഹാനായ അബൂ നഈം അൽ അസ്ഫഹാനി ഹില്യത്തുൽ ഔലിയായിൽ ഒരു സംഭവം പറയുന്നുണ്ട്. മഹാനായ ഇമ്രാൻ ഇബ്നു ഖാലിദ് അൽ ഖുസാഇ റഹ്മത്തുള്ളാഹി അലൈഹി അത്വാ തങ്ങൾ എന്ന് പറയുന്ന താബിഈങ്ങളിലെ മഹാനായ അത്വാ ഇബ്നു അബി റബാഹ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അരികത്തേക്ക് വന്നു. അവിടെ ഇമ്രാൻ എന്നവർ മഹാന്റെ കൂടെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അത്വാ എന്നവർ വലിയ പണ്ഡിതനാണ്. ലാ യുഫ്തി ഫിൽ ഹജ്ജ് ഇല്ലാ അത്വാ. ഹജ്ജായി കഴിഞ്ഞാൽ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ആളുകൾ വരും. വിവിധ മദ്ഹബുകാർ, വിവിധ നാട്ടിൽ നിന്ന് വരുന്നവർ, വിവിധങ്ങളായ സംശയങ്ങൾ. ഇവർക്കൊക്കെ മറുപടി പറയാൻ അത്വാ തങ്ങളുണ്ടെങ്കിൽ വേറെ ആരും ഫത്വ കൊടുക്കരുത് എന്ന് പറയുന്നു പണ്ഡിത ലോകം. ലാ യുഫ്തി ഫിൽ ഹജ്ജ് ഇല്ലാ അത്വാ, ലാ യുഫ്താ വമാലിക്കും ഫിൽ മദീന. അത് പ്രശസ്തമായൊരു ഖൗലാണ്. ഇമാം മാലിക് ഇബ്നു അനസ് റഹ്മത്തുള്ളാഹി അലൈഹി മദീനയിലുള്ളപ്പോൾ വേറെ ആരും ഫത്വ കൊടുക്കൂല എന്ന് പറയും. ഹജ്ജിൻ്റെ സമയം, മാലിക് എന്നൊരു മദീനയാണ്. ഹജ്ജിൻ്റെ സമയം മക്കയിലെ പ്രഗത്ഭനായ ആലിമാണ് അത്വാ ഇബ്നു അബി റബാഹ്. അദ്ദേഹം എത്യോപ്യക്കാരനായിരുന്നു. ഖുറൈശിയായ ഒരു പെണ്ണിൻ്റെ അടിമയായിരുന്നു. വളരെ കുറുകിയ മനുഷ്യനാണ്. കഴുത്ത് വളരെ ചെറുതാണ്. മൂക്ക് ചപ്പിയവരാണ്. ഒറ്റക്കണ്ണായിരുന്നു. ഒരു കാലിന് മുടന്തുണ്ട്. മുഖത്ത് ഒരുപാട് കുഴികളും മുഴകളും ഉണ്ടായിരുന്ന ആളായിരുന്നു. എല്ലാ തരത്തിലുമുള്ള ശാരീരികമായ ഒരു ചാലഞ്ചസ് ഉണ്ടായിരുന്ന ഒരു മഹാൻ. പക്ഷേ മർവാൻ ഇബ്നു അബ്ദുൽ മലിക് മക്കളെ നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കാം, മക്കളെ, ഈ മഹാനെ കാണാനും ഒരു മസല ചോദിക്കാനും ഞാൻ ഇവിടെ ക്യൂ നിൽക്കുകയാണ്.
എൻ്റെ രാജാധികാരമൊന്നും അധികാരമല്ല, അധികാരം അച്ഛാതങ്ങളുടേതാണ്. കണ്ടില്ലേ, ആൾക്കാർ സ്നേഹത്തോടെ അദ്ദേഹത്തിൻ്റെ അരികത്തേക്ക് വരുന്നു. മക്കയിൽ വന്ന് രാജാവ് വരെ ക്യൂ നിന്നു ഫത്വ ചോദിക്കാൻ അത്ത എന്നൊരിടത്ത്. അദ്ദേഹം കാണാൻ ഒരു ഭംഗിയും ഉണ്ടായിരുന്നില്ലാത്ത ഒരാളായിരുന്നു എന്നാണ്. ഖാന ദമീമൻ, പക്ഷേ വലിയ ആലിമാൻ. ഇൽമു കൊണ്ട് അല്ലാഹു വലിയ സ്ഥാനം കൊടുത്തു. അങ്ങനെ മെഹബൂബായി മാറി. ആ അച്ഛാതങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോഴേ ഒരാൾ വന്നിട്ട് ചോദിച്ചു, യാ അബാ മുഹമ്മദ്, ഇന്ന ത്വാഊസൻ, ത്വാഊസ് എന്ന് പറഞ്ഞാൽ ത്വാഊസ് ഇബ്നു കയ്യിസാൻ, വലിയൊരു മഹാനായ പണ്ഡിതൻ. ത്വാഊസ് എന്നവർ പറയുന്നുണ്ടല്ലോ, അന്നമൻ സ്വല്ലൽ ഇശാ ثم صلى بعدها ركعتين يقرأ في الأولى ألف لام ميم تنزيل. അതായത് ഇശാ നിസ്കാരം കഴിഞ്ഞ് 2 റക്അത്ത് നിസ്കരിച്ചാൽ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞ് അലിഫ് ലാം മീം സജദയും, രണ്ടാമത്തെ റക്അത്തിൽ വഫിത്താനിയ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന സൂറയും, ഈ 2 സൂറത്തും പൂർണ്ണമായി ഓതി 2 റക്അത്ത് ഇശാഇന് ശേഷം നിസ്കരിച്ചാൽ കുതിബ ലഹു മിസ്ലു വുഖൂഫി ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിന്റെ ആ രാത്രിയിൽ നിന്ന് നിസ്കരിച്ചതുപോലത്തെ പ്രതിഫലം കിട്ടുമെന്ന് പറയുന്നുണ്ടല്ലോ, അത് ശരിയാണോ എന്ന് മഹാനായ അച്ഛാ എന്നവരോട് ഒരാൾ വന്ന് ചോദിച്ചപ്പോൾ ഖാല അച്ഛാ ഇബ്നു അബീ റബാഹ് തങ്ങൾ പറഞ്ഞു, സ്വദഖ ത്വാഊസ് എന്നവർ പറഞ്ഞ് സത്യമാണ്. മാ തറക്തുഹാ, ഞാനത് എന്നും ചെയ്യാറുണ്ട് എന്ന് മഹാനവറുകൾ. പക്ഷേ ലൈലത്തുൽ ഖദർ എന്ന രാവിന്റെ പുണ്യം അത് കിട്ടൂല. ഇതുപോലെ 3 ഖുൽ ഹുവല്ലാഹു ഓതിയാൽ ഖുർആൻ മുഴുവൻ ഓതിയ പുണ്യമാണ്. പക്ഷെ ഖുർആൻ മുഴുവൻ ഓതിയ കൂലി കിട്ടുമോ? ഇല്ല. അത് ഓരോ ഹർഫിനും 10 ഹസനത്ത, അത് ഖുർആൻ മുഴുവൻ ഓതിയാലേ കിട്ടുള്ളൂ. എന്നാലും ആ ഒരു പുണ്യം, ലൈലത്തുൽ ഖദറിന്റെ ആ ഒരു മഹത്വത്തിന് സമാനമായത് അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് നൽകുന്ന ഒരു രീതിയാണ് ഇശാ നിസ്കാരം കഴിഞ്ഞ് 2 റക്അത്ത് സുന്നത്ത്. ആദ്യത്തേതിൽ അലിഫ് ലാം മീം സജദയും, രണ്ടാമത്തേതിൽ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് സൂറത്തുൽ മുൽക്കും ഓതി നിസ്കരിച്ചാൽ കിട്ടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ, അവർക്കതിന് തെളിവുണ്ടായിരിക്കും. ഇപ്പോഴത് പറയുള്ളൂ. പ്രഗത്ഭരായ ആലിമീങ്ങളാണ് ഇത് കൺഫേം ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു വഴിയുണ്ട്. ഇനിയിപ്പോൾ ലൈലത്തുൽ ഖദറിന്റെ രാവുകളിൽ പ്രത്യേകിച്ചും ഇതുപോലെയുള്ള നിസ്കാരങ്ങളൊക്കെ നമുക്ക് നിർവഹിക്കാവുന്നതാണ്. ഇബാദത്തിന് താല്പര്യവും ഉത്സാഹവുമുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ അൽഹംദുലില്ലാഹ് നമുക്കത് ചെയ്തു നോക്കാലോ ആഗ്രഹിക്കൂലേ? അത്തരം ആളുകൾക്ക് വേണ്ടി പറഞ്ഞത് മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇബാദത്തുകളൊക്കെ കൊണ്ടു നടക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ജീവിതവുമായി മലക്കുകളുടെ ജീവിതം, മുഅ്മിനീങ്ങളുടെ ജീവിതവുമായി മലക്കുകളുടെ ലോകം വല്ലാതെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നിങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയം നിങ്ങളുടെ കൂടെ അള്ളാഹുവിൻ്റെ മലക്കുണ്ട്, അള്ളാഹുവിൻ്റെ മലക്കുകൾ ഉണ്ടായിരിക്കും. അവർ പറയും, അള്ളാഹുവേ, ഈ പോകുന്ന ആള് ഇൽമു പറയുകയോ പഠിക്കുകയോ ചെയ്തു വരണം, അവരെ നീ അനുഗ്രഹിക്കണമേ, അവരതിനാണ് പോകുന്നതെങ്കിൽ പടച്ചവനെ നീ അവർക്ക് സഹായം നൽകണേ എന്ന് മലക്കുകൾ ഈ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യുന്നുണ്ടെന്നാണ്. കുൻ ആലിമൻ ഔ ആലിമൻ ഔ മുതഅല്ലിമൻ, നിങ്ങൾ പഠിച്ച ഒരു ആലിമായിട്ടോ മുതഅല്ലിമായിട്ടോ തിരിച്ചു വരണം, മൂന്നാമതൊരാളായിട്ട് വരല്ലേ എന്ന് അവർ പറയുന്നുവെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ മിൻ റാകിബിൻ യഖ്ലൂ ഫീ മസീരിഹി ബില്ലാഹി വദിക്രിഹി, യാത്ര പോകുന്ന ഏതൊരാളും യാത്ര പോകുമ്പോൾ നമ്മുടെ കുർക്കോളി മൊയ്തീൻ സാഹിബ് MLA നമ്മുടെ പരിപാടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ, അവരുടെ സേവനങ്ങളിലൊക്കെ എല്ലാവിധ ഖൈറും ബർക്കത്തും ഖബൂലിയത്തും അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യാത്ര പോകുമ്പോഴേ നമ്മൾ വണ്ടിയിലോ ബൈക്കിലോ ഓട്ടോറിക്ഷയിലോ ബസ്സിലോ ഒക്കെ പോവുകയാണെങ്കിൽ ആ ഒരു സമയം നമുക്ക് എങ്ങനെ ചെലവഴിക്കാൻ പറ്റും? പലരും പല രീതിയിലായിരിക്കും. നിങ്ങൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടും അള്ളാഹുവിൻ്റെ സ്മരണയിലുമാണെങ്കിൽ ഇല്ലാ റദിഫഹു മലക്, അവരുടെ കൂടെ ഒരു മലക്കിൻ്റെ സാന്നിധ്യമുണ്ടാവും. മലക്കുകൾ വെളിച്ചമാണ്, മലക്കുകൾ സുഗന്ധമാണ്, മലക്കുകൾ സമാധാനമാണ്. നിങ്ങൾ വണ്ടിയിൽ പാട്ടിട്ട് പോവുകയാണെങ്കിൽ അവരുണ്ടാവില്ല. അതന്നെ അവിടെ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും കേൾക്കാനോ, ഇപ്പോൾ ഹെഡ്ഫോണൊക്കെ വെച്ചിട്ട് കുട്ടികൾ പോകുന്നില്ലേ, ആ കേൾക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ളതാണെങ്കിൽ മലക്ക് നിങ്ങളുടെ കൂടെയുണ്ട്. ഇനി യാത്ര പോകുന്ന ആളുടെ കൂടെയുള്ളത് നോക്കണേ, പറഞ്ഞത് കവിത എന്നാണ്. ഷെയർ എന്ന് പറഞ്ഞാൽ കവിതയാണ്. ഇത് പാട്ടിലെ ഏറ്റവും ലോ ഗ്രേഡ് സാധനമാണ് ഇപ്പോൾ അത്. പാട്ട് എന്ന് ആയിക്കഴിഞ്ഞാൽ പിന്നെ മോശമായ അർത്ഥങ്ങളുള്ളത്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
കവിതകളിലും അതിലൊക്കെ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഉഹ്ജുഹും വജിബ്രീലു മഅക് അല്ലാഹുമ്മ അയ്യിദ്ഹു ബിറൂഹിൽ ഖുദുസ് എന്നൊക്കെ നബി തങ്ങൾ ദുആ ചെയ്തു കൊടുത്ത കവികളുണ്ട്. അവരൊക്കെ നല്ല നല്ല കവിതകളാണ് പറയാ. അല്ലാത്തത് സ്വാഭാവികമായും പ്രേമവും അത്തരത്തിലുള്ള ചിന്തകളും സ്ത്രീ വർണ്ണനകളും ഇങ്ങനെയൊക്കെ ജീവിതത്തിലെ എയിംലെസ്, ഒരു ലക്ഷ്യമില്ലാതെ ജീവിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ആശയങ്ങളൊക്കെ ഉള്ള വരികൾ ഭയങ്കര ഡേഞ്ചറാണ്. നമ്മളറിയാതെ നമ്മുടെ വിശ്വാസത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കും. നമുക്ക് പോലും അറിയാൻ പറ്റില്ല അത്. അങ്ങനെ ഒരു കവിതയാണ് കൂടെയുള്ളതെങ്കിൽ വഗൈരിഹി, അതല്ലാത്തത് അപ്പോൾ പാട്ടും സിനിമയും കണ്ടിട്ടാണ് പോകുന്നതെങ്കിൽ അങ്ങനെയൊക്കെ കൂട്ടാം. കവിതയാണ് നബി തങ്ങൾ മിനിമം പറഞ്ഞത്. ഇല്ലാ റദിഫഹു ശൈത്വാൻ, അവരുടെ കൂട്ടുകാരനായി കൂടെ യാത്രക്കാരനായി പിശാച്ചുണ്ടാകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മ്യൂസിക്കൊക്കെ പറയുമ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടമാണ്, മനുഷ്യന്മാർക്കൊക്കെ ഇഷ്ടമായിരിക്കും. അതൊക്കെ ശരിയാണ്, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. പക്ഷെ അള്ളാഹു റസൂലിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അത്രയാണ്. ഒരു മനുഷ്യൻ എന്ന നിലക്ക് എനിക്കിഷ്ടമായിരിക്കും, നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും, എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. പക്ഷെ അള്ളാഹു റസൂലിന് ഇഷ്ടമല്ലല്ലോ, എന്നാൽ പിന്നെ നമുക്ക് വേണ്ട. അത് പറയുമ്പോഴേ ഇപ്പം നമ്മൾ ദഫ് മുട്ടുന്നത്, ദഫ് ജായിസാണ്. നബി തങ്ങളത് അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്, സ്വഹാബിമാർ ചെയ്തിട്ടുണ്ട്, തങ്ങളത് അംഗീകരിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അതിൻ്റെ കൂടെ ഈ ജൽജലത്ത് എന്ന് പറയും, എന്ന് പറഞ്ഞാൽ ഈ മണിനാദം, കിലുക്കെന്ന് പറയില്ലേ, ഈ കിലുക്കം എന്നത് നബി തങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹദീസ് ലാ തസ്ഹബുൽ മലായികതു റിഫഖതൻ ഫീഹാ ജുൽജുലുൻ ഫീഹാ ജുൽജുലുൻ വലാ നമിറുൻ, അങ്ങനെ തന്നെ ഹദീസുണ്ട്. നമിർ എന്ന് പറഞ്ഞാൽ ശരി പുലിയുടെ തോല് ഉപയോഗിച്ച് എന്തെങ്കിലും കൊണ്ടു നടക്കുകയോ, പുലിത്തോല്. ജുൽജുൽ എന്ന് പറയുന്നത് മണിനാദമാണ്. മ്യൂസിക്കൊക്കെ അതിൻ്റെ ഹൈ ഗ്രേഡ് സംഭവങ്ങളാണ്. അതുപോലും ഉള്ളിടത്ത് അള്ളാഹുവിൻ്റെ മലക്കുകൾ വരുന്നില്ല. ലാ തസ്ഹബുൽ മലായിക റിഫഖതൻ ഫീഹാ കൽബുൻ, നായെ കൊണ്ടു നടക്കുന്നിടത്ത്. എന്നതൊരു പെറ്റ് സംസ്കാരം കൂടിക്കൊണ്ടിരിക്കാൻ, പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലൊക്കെ വിദേശങ്ങളിലൊക്കെ മുസ്ലിമീങ്ങളോ അല്ലാത്തവരൊക്കെ യൂറോപ്യൻസ് അവർ അല്ലെങ്കിൽ വെസ്റ്റേൺസൊക്കെ നായകളെ കൊണ്ടുനടക്കും. വലിയ വിലപിടിപ്പുള്ള നായകളായിരിക്കും. ചിലത് കാണാൻ ഒരു കോലം ഉണ്ടാവില്ല, പക്ഷേ അതിന് മില്യണായിരിക്കും വില. നായക്ക് പാസ്പോർട്ട് ഉണ്ടാവും, നായക്ക് സ്പെഷ്യൽ ടിക്കറ്റ് എടുക്കണം, നായയെ കൊണ്ടുപോകുന്ന ഫ്ലൈറ്റിലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സംസ്കാരം ലോകത്തുണ്ട്. ഇപ്പം നമ്മൾ മുസ്ലിമീങ്ങളായ ആളുകളും അതൊക്കെ ഇഖ്തിനാ ചെയ്ത് അതൊക്കെ ശരിക്ക് നായകളെ പോറ്റുന്ന പോലെ ആ സംസ്കാരത്തെയും പോറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നായക്ക് വെള്ളം കൊടുത്താൽ കൂലിയാണ്, നായോട് കരുണ കാണിച്ചാൽ കൂലി കിട്ടും. അഭിസാരികയായൊരു പെണ്ണിന് അല്ലാഹു തൗബ സ്വീകരിച്ചത് നായക്ക് വെള്ളം കൊടുത്തപ്പോഴാണ്. അതൊന്നുമല്ല വിഷയം. ഒരു നായയെ ഒരു പെറ്റായിട്ട് നമ്മുടെ വീട്ടിൽ വളർത്തുന്നത് നബി തങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാച്ച് ഡോഗ്സ് അത് കുഴപ്പമില്ല, നിങ്ങൾക്ക് കാവലിന് ഒരു ഡോഗിനെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് കൂട്ടിലാക്കി, അതിനൊന്നും കുഴപ്പമില്ല. എന്നല്ലാതെ ഒരു പെറ്റായിട്ട് നായയെ കൂടെ കിടത്തെ ബെഡ്റൂം അതിന് സൗകര്യം കൊടുക്കുക, കിടന്നുടങ്ങുന്ന വീട്ടിൽ അതിനെ താമസിപ്പിക്കുക. അള്ളാഹുവിൻ്റെ മലക്കുകൾ അവിടേക്ക് വരികയില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഇബാദത്തുകളിൽ മലക്കുകളുണ്ട് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളാരും ദുർഗന്ധമുള്ള വായയുമായി നിസ്കരിക്കാൻ വരരുത്, പ്രത്യേകിച്ച് ഉള്ളി പോലെയുള്ളത് തിന്ന് വായ കഴുകാതെയോ വൃത്തിയാക്കാതെയോ ജമാഅത്തിന് വരരുത് എന്നവരെ നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇന്നൽ മലായികത തതഅദ്ദാ ബിമാ യതഅദ്ദാ മിൻഹു ബനു ആദം. മനുഷ്യർക്ക് സഹിക്കാൻ പറ്റാത്ത വിഷമുള്ളതൊക്കെ മലക്കുകൾക്കും അങ്ങനെ തന്നെയാണ്. ഒരാളുടെ വായനാട്ടം കൊണ്ട് നിങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾക്കും പ്രയാസമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വായ ശുദ്ധിയാക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഹജ്ജും ഉംറയും നിസ്കാരവും നോമ്പും ഒക്കെ മലക്കുകളുടെ ലോകവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. വഹൈബ് ഇബ്നുൽ വറദ് റഹ്മത്തുള്ളാഹി അലൈഹി കഅബാലയത്തിൻ്റെ അടുത്തൊക്കെ ഉംറ നമ്മളൊക്കെ കഴിഞ്ഞ ആഴ്ച ഉംറയിലായിരുന്നു. ഒരുപാട് ആളുകൾ ഇപ്പോൾ ഉംറയിലാണ് ഉള്ളത്. വന്നുകൊണ്ടിരിക്കുന്നവർ, അങ്ങോട്ട് പോകുന്നവരൊക്കെ ഉണ്ട്. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, ആമീൻ. വഹൈബ് ഇബ്നുൽ വറദ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു അനുഭവം പറയാം. ഇത് പറയുന്നത് കഅബാലയത്തിൻ്റെ പരിസരങ്ങളിലൊക്കെ മൊബൈലും പിടിച്ച് സ്കൈപ്പ് ഓൺ ചെയ്തിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഓൺ ചെയ്തിട്ട് ലൈവ് വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുക, സഅയ് ചെയ്തുകൊണ്ടിരിക്കുക, വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക, കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക, നാട്ടിലുള്ളവർക്ക്. അങ്ങനെ ആ ഒരു ഇബാദത്ത് അത് അർഹിക്കുന്ന വിധത്തിൽ അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിൽ എത്തിയിട്ട് പോലും ആ ഒരു മനസ്സ് വരാത്ത ആളുകൾക്ക് ഒന്ന് ഓർത്തു വെക്കാൻ വേണ്ടി മാത്രം പറയാണ്. വഹൈബ് ഇബ്നുൽ വറദ് റഹ്മഹുല്ലാ, ഞാനും സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹിയും രാത്രി തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
സുഫിയാനു സൗരി തങ്ങളും സുഫിയാൻ ഇബ്നു ഉയൈന, രണ്ട് സുഫിയാനുമാരുണ്ട് റഹ്മത്തുള്ളാഹി അലൈഹിമ. രണ്ടുപേരും ഒരേ കാലക്കാരാണ്. ഫൻഖലബ സുഫിയാൻ വബഖീതു ഫി തവാഫ്. സുഫിയാനു സൗരി തങ്ങൾ തവാഫ് കഴിഞ്ഞ് മാറിപ്പോയി. ഞാൻ തവാഫിൽ തന്നെയാണ്. എൻ്റെ തവാഫ് കഴിഞ്ഞ് ഹിജ്റിൽ ഞാൻ കയറി ചെന്നു. ഹിജ്ർ എന്ന് പറയുന്നത് ഹിജ്ർ ഇസ്മായിൽ അലൈഹിസ്സലാം. ഹത്വീം എന്ന് പറയുന്ന കഅബയുടെ ഭാഗമാണ്. അത് ഓപ്പൺ കഅബയാണ്, അറിയാമല്ലോ. ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും അതുപോലെ തന്നെ ഹാജർ ബീവി മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്നു എന്ന് ചരിത്രത്തിലുണ്ട്. ഇപ്പോൾ അവിടെ ഖബറായിട്ടല്ല കാണുന്നത്, അത് മസ്ജിദാണ്. കഅബ എന്ന മസ്ജിദിൻ്റെ ഭാഗമാണ്. അതാണ് ഹത്വീം. സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാം മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്നത് മസ്ജിദുൽ ഖൈഫിലാണ്. മക്കയിലെ മസ്ജിദുൽ ഖൈഫ്. അറഫയിലേക്ക് പോകുമ്പോൾ കാണൂലേ മസ്ജിദുൽ ഖൈഫ്, മിനായിൽ മസ്ജിദുൽ ഖൈഫ്. അല്ലാമ ഇബ്നു അസാക്കിർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ താരീഖിൽ മഹാനവറുകൾ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൻ്റെ റിവായത്ത്, അതിൻ്റെ സനദടക്കം. ആദം നബി അലൈഹിസ്സലാം മരണപ്പെട്ടപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമാണ് ആദം നബി അലൈഹിസ്സലാമിൻ്റെ ജനാസ കുളിപ്പിക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്തത്. അങ്ങനെ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഫഉരിഫ അന്നഹു അഅ്ളമുൽ മലായിക, മലക്കുകളിലെ ഏറ്റവും അഷ്റഫും അഅ്ളമുമാണെന്ന് മലക്കുകൾക്ക് ബോധ്യപ്പെടുത്തിയത് ആ സംഭവത്തിലൂടെയാണ് എന്നും മഹാനവറുകളുടെ റിവായത്തിൽ കാണാൻ കഴിയും. മലക്കുകളുടെ നേതാവ് ജിബ്രീൽ അലൈഹിസ്സലാമാണ് ആദം നബി അലൈഹിസ്സലാമിന്റെ ജനാസയ്ക്ക് ഇമാമ് നിന്നത്. ഫകബ്ബറ അർബഅൻ, ആദം നബിയെ കുളിപ്പിച്ചു, ഹാനൂത്ത് പുരട്ടി. അങ്ങനെ പറഞ്ഞു, ആദം നബിയുടെ മക്കളെ, നിങ്ങളുടെ വാപ്പയ്ക്ക് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്നവിടെ വിളിച്ചു പറയുകയും ചെയ്തു. ثم دفنوه قبالة القبلة, ഖിബലയിലേക്ക് തിരിച്ചുകൊണ്ട്, അന്ന് തന്നെ കഅബയിലേക്ക് തിരിച്ചുകൊണ്ട് ദഫനൂഹു ഫി മസ്ജിദിൽ ഖൈഫ്, മസ്ജിദുൽ ഖൈഫിൽ ആദം നബി അലൈഹിസ്സലാമിനെ മറവ് ചെയ്തു എന്ന് ഇബ്നു അസാക്കിർ തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ സുഫിയാൻ ഇബ്നു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പോയപ്പോഴേ വഹൈബ് ബിൻ വറദ് റഹ്മത്തുള്ളാഹി അലൈഹി ആ മീസാബിൻ്റെ താഴെ പോയി നിൽക്കുകയാണ്. കഅബയുടെ മേലെ മഴവെള്ളമുണ്ടായാൽ മഴവെള്ളം ഒഴുകുന്ന ആ ഒരു പാത്തിക്കാണ് മീസാബ് എന്ന് പറയുക. അതിൻ്റെ താഴെ ദുആക്കുത്തരമുണ്ട്. മഴ പെയ്യുമ്പോൾ ആ വെള്ളത്തിലൊക്കെ കുളിക്കാൻ വേണ്ടി ഹാജിമാർ തിക്കും തിരക്കും കൂടും. അപ്പം മഴ പെയ്തല്ലോ ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ ആഴ്ച അല്ലേ, നല്ല മഴ പെയ്തു മക്കയിലും മദീനത്തൊക്കെ. അക്രമഹുമുല്ലാഹ്, ആ ഒരു രണ്ട് ബൽദത്തിനെയും രണ്ട് ഹറമുകളെയും അല്ലാഹു തആല എന്നും അതിൻ്റെ കറാമത്തും അതിൻ്റെ ഷറഫും അല്ലാഹു അതിൻ്റെ ഇസ്സത്തും ഉയർത്തിപ്പിടിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഫസല്ലൈതു തഹ്തൽ മീസാബ്, വഹൈബ് ബിൻ വറദ് റഹിമഹുല്ലാഹ് പറയുന്നു, ഞാൻ മീസാബിൻ്റെ താഴെ പോയി നിസ്കരിക്കുകയാണ്. സുജൂദിൽ കിടക്കുമ്പോൾ ഫബൈനമാ അന സാജിദ് ഇദ് സമിഅ്തു കലാമൻ ബൈന അസ്താരിൽ ബൈതി വൽ ഹിജാറ, കഅബയുടെ കില്ലയുണ്ട്, ആ തുണി, അതിൻ്റെയും കല്ലിൻ്റെയും ഇടയിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേൾക്കുന്നു. കഅബാലയം അല്ലാഹുവിൻ്റെ ഭവനമാണ്. കഅബാലയത്തിൻ്റെ ഒരു മഹാത്ഭുതം വഹൈബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ആ മഹാനുണ്ടായ ഒരു കറാമത്താണ്, നമുക്ക് കേട്ടോണമെന്നില്ല. അവിടെ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. എന്താ? യാ ജിബ്രീലു, ജിബ്രീലേ, അഷ്കൂ ഇലല്ലാഹി സുമ്മ ഇലൈക്, ആദ്യമായി അല്ലാഹുവിനോടും ജിബ്രീലേ പിന്നെ നിങ്ങളോടും ഞാൻ പരാതിപ്പെടുകയാണ്. എന്റെ ചുറ്റും തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, മിൻ തഫക്കുഹിഹിം ഫിൽ ഹദീസ്, അവരെന്താ അങ്ങനെ വർത്തമാനം പറയുന്നത്? വലഗതുഹിം വസഹ്വിഹിം, അവർ വർത്തമാനം പറയുന്നത് ശരിയല്ലല്ലോ, അവർ മറന്നു പോകുന്നുണ്ടല്ലോ ഇബാദത്തിന്റെ വിഷയം, അവരെന്താ നാട്ടുവർത്തമാനം പറയുന്നത്? അല്ലാഹുവേ, ഞാൻ നിന്നോടും ജിബ്രീലേ പിന്നെ നിങ്ങളോടും ഞാൻ പരാതി പറയുകയാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, നോക്കുമ്പോൾ അവിടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. സുജൂദിൽ കിടക്കുമ്പോൾ ഞാൻ കഅബയോട് ചേർന്നാണ് നിൽക്കുന്നത്. ഫഅവ്വൽതു, ആ ശബ്ദം കേട്ടതിനെ ഞാൻ വ്യാഖ്യാനിച്ചത് അന്നൽ ബൈത ശകാ ഇലാ ജിബ്രീൽ അലൈഹിസ്സലാം, പരിശുദ്ധമായ കഅബാലയം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പരാതിപ്പെട്ടതാണ് എന്ന് ഞാൻ അതിനെ വ്യാഖ്യാനിച്ചുവെന്ന് മഹാനായ വഹൈബ് റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാമ ഇബ്നുൽ ജൗസിയുടെ ഒരു വലിയൊരു കിതാബുണ്ട്, മുസീറുൽ ഗറാമിസ് സാക്കിൻ ഇലാ അഷ്റഫിൽ അമാകിൻ, പരിശുദ്ധമായ നാടുകളിലേക്ക് മുഅ്മിനീങ്ങൾക്ക് പോകാൻ ആവേശം കൊള്ളിക്കുന്നൊരു കിതാബാണത്. അതിൽ ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നുൽ ജൗസി എന്ന് പറഞ്ഞ അബ്ദുറഹ്മാൻ ഇബ്നുൽ ജൗസി 1 മില്യൺ പേജുകൾ വായിക്കുകയും അത്ര തന്നെ എഴുതുകയും ചെയ്ത ഒരു പണ്ഡിതനാണ് അല്ലാമ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി, അബ്ദുറഹ്മാൻ ഇബ്നുൽ ജൗസി. അതുകൊണ്ട് നമ്മുടെ ഹജ്ജും നമ്മുടെ ഉംറയും ഒക്കെ മലക്കുകളുടെ സാന്നിധ്യം അവിടെ നമുക്ക് അനുഭവിക്കേണ്ടതുണ്ട്, നമുക്ക് അനുഭവിക്കാൻ കഴിയണം. ഹജ്ജിന് വരുന്ന ആളുകൾ, ഹജ്ജിന് അപേക്ഷിച്ചവരുണ്ട്, കിട്ടിയവരുണ്ട്, പ്രതീക്ഷിക്കുന്നവരുണ്ട്. അല്ലാഹു തആല എല്ലാം എളുപ്പമാക്കി കൊടുക്കട്ടെ. വലിയൊരു ഭാഗ്യമാണ്. ഹജ്ജ് ചെയ്യുന്ന ആളുകൾ അല്ലാഹുവിൻ്റെ മലക്കുകൾ സ്വീകരിക്കുന്നുണ്ട്.
فيسلمون على أصحاب الجمال ويصافحون أصحاب البغال والحمير ويعانقون الرجالة. അന്നത്തെ കാലം ഒട്ടകപ്പുറത്താണ് വലിയ യാത്രകൾ, ദീർഘമായ യാത്ര ഒട്ടകപ്പുറത്താണ്. ഇന്ന് ദീർഘയാത്ര ഫ്ലൈറ്റിലാണ്. പിന്നെ അതിൽ താഴെയാണ് കോവർ കഴുതയും കഴുതയും, ഹമീറും ബിഗാലും. അപ്പോൾ നമ്മളൊരു ട്രെയിനോ കാറോ ബസ്സൊക്കെ പിടിച്ചു പോകുന്നതിന് സമാനമായി. പിന്നെ നടന്നു വരുന്നത്, നമ്മുടെ ശിഹാബ് ചോറ്റൂർ നടന്ന് അവിടെ എത്താറായി എന്ന് പറഞ്ഞു. ഏകദേശം അള്ളാഹു എളുപ്പാക്കി കൊടുക്കട്ടെ. ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു ആവേശവും അദ്ദേഹത്തിൻ്റെ ഒരു അഡ്വഞ്ചറുമാണ് അല്ലേ. അൽഹംദുലില്ലാ, ഏതായാലും മല കയറാൻ പോകുന്നുണ്ട് എല്ലാവരും. ഹറമിലേക്കല്ലേ പോണത്. അൽഹംദുലില്ലാ. മഹാനായ കുഞ്ഞുക്കോയത്തങ്ങൾ, സയ്യിദ് കുമ്പോൽ കുഞ്ഞുക്കോയത്തങ്ങൾ അവറുകൾ ഷൂ മേടിച്ചു കൊടുത്തു. തങ്ങൾ എന്നോട് തന്നെ പറഞ്ഞു, അത് വലിയ വില കൊടുത്ത് മദീനത്ത് നിന്ന് മേടിച്ചതാണ്. തങ്ങൾ പറഞ്ഞു എത്ര, അതിന് 4000 റിയാലെങ്ങാനുമായിട്ടുണ്ട്. അത്ര വില പിടിപ്പുള്ള ഒരു ഷൂ തങ്ങൾ മേടിച്ചു. നേരിട്ട് നടന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഷിഹാബ് അത് പറഞ്ഞു തോന്നുന്നുണ്ട് അല്ലേ. തങ്ങൾ വാങ്ങിച്ചെടുത്ത ഷൂ ആണ്. കാസർഗോഡ് കുമ്പോൽ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു വലിയൊരു മഹാൻ ജീവിച്ചിരിപ്പുണ്ട്, സയ്യിദ് കുഞ്ഞുക്കോയത്തങ്ങൾ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഉംറക്കൂന്നിൻ്റെ തലയാഴ്ച തങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ തങ്ങൾ പറഞ്ഞത് മാഷാ അല്ലാഹ് വലിയൊരു മഹാനാണ്, നാവിന് വലിയ അസറുള്ള മഹാനാണ്. അപ്പോൾ ഏതായാലും നടന്നു പോവാണ്. നടന്നു പോകുന്ന ആളുകളെയും കോവർ കഴുതയിലും കഴുതപ്പുറത്തും വരുന്നവർക്കും ഒട്ടകപ്പുറത്ത് വരുന്നവർക്കും 3 ലെവലിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് യുസല്ലിമൂന അലാ അസ്ഹാബിൽ ജിമാൽ. ഒട്ടകപ്പുറത്ത് വരുന്നവരുടെ സലാം അലൈക്കും എന്ന് മലക്കുകൾ സലാം പറയുന്നുണ്ട്. നമ്മൾ ജിദ്ദയിലൂടെ ലാൻഡ് ചെയ്താൽ മലക്കുകൾ സലാം പറയുന്നുണ്ടാവും, നമ്മൾ കേൾക്കുന്നുണ്ടാവില്ല. വയുസാഫിഹൂന അസ്ഹാബൽ ബിഗാൽ. പിന്നെ കാറിലും ബസ്സിലൊക്കെ വരുന്നുണ്ട്. ഗൾഫ് നാടുകളിൽ നിന്നൊക്കെ ഡ്രൈവ് ചെയ്തിട്ട് വരും, ബസ്സിൽ വരും. ട്രെയിനിപ്പോൾ അങ്ങോട്ട് ഔട്ട്സൈഡ് സൗദിയിൽ നിന്നില്ലല്ലോ, ഉള്ളിൽ മക്ക മദീന പിന്നെ കുറച്ച് ഭാഗങ്ങളിലേ ഉള്ളൂ. അങ്ങനെ വരുന്ന ആളുകളോട് മുസാഫഹത്ത് ചെയ്യുന്നതാണ്. കുറച്ച് അധികം അധ്വാനം ഉണ്ടായിട്ടുണ്ടല്ലോ. കാരണം ഫ്ലൈറ്റിൽ 2 മണിക്കൂർ എടുക്കുന്നത് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ 20-22 മണിക്കൂർ എടുക്കും. അപ്പോൾ കുറച്ച് അധ്വാനം കൂടുതലാണ്. അവർക്ക് കൈപിടിച്ച് സലാം പറയുന്നുണ്ട് മലക്കുകൾ, ഹജ്ജിന് പോകുന്നവർ. പിന്നെ പറഞ്ഞു വയുആനിഖൂന റജ്ജാല. നടന്നു വരുന്ന ആളുകളെ മലക്കുകൾ കെട്ടിപ്പിടിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ വീട്ടിലേക്ക് വരില്ലേ, അതിന് അള്ളാഹുവിൻ്റെ മലക്കുകൾ നൽകുന്ന സ്വീകരണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, ഹബീബായ നബി തങ്ങളെ ചെന്ന് സന്ദർശിക്കണം. മദീനയിലെത്തുമ്പോൾ മദീനയിലേക്ക് എത്തണം. മദീനയിൽ ചെന്ന് ഹബീബിനെ കാണണം സ്വല്ലല്ലാഹു. ഹജ്ജും ഉംറയും വരുമ്പോൾ, മക്ക കാണാൻ വേണ്ടി വരുമ്പോൾ മദീനയിലേക്ക് ചെല്ലണം. അത് ഹബീബിനോട് ചെയ്യുന്ന അദബാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന ലില്ലാഹി മലായികതൻ സയ്യാഹീന ഫിൽ അർളി യുബല്ലിഗൂനനി അൻ ഉമ്മതി അസ്സലാം. എൻ്റെ ഉമ്മത്തികളുടെ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അല്ലെങ്കിൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തുകൾ അള്ളാഹുവിൻ്റെ ഹബീബിനെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ മലക്കുകൾ ഭൂമിയിൽ ഓടി നടക്കുന്ന ഒരു വിഭാഗം മലക്കുകൾ തന്നെയുണ്ട്. അവരുടെ ഡ്യൂട്ടി സലാം തൽസമയം എത്തിക്കലാണ്. തൽസമയം യുബല്ലിഗൂനനി അൻ ഉമ്മതി അസ്സലാം. മഹാന്മാർ പറയും വലാ യഖ്ഫാ അന്ന മിൻ ലാസിമി ദാലിക സിയാറതുഹു. പുണ്യ നബി തങ്ങളോട് സലാം പറഞ്ഞാൽ വരെ അത് നബിക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ, തടികൊണ്ട് ഹബീബിൻ്റെ അരികത്തേക്ക് പോകേണ്ടവർ, പോകാൻ കഴിയുന്നവർ പോകണം എന്ന് തന്നെയല്ലേ ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. സലാം അവിടെ എത്തിക്കുന്നുണ്ട്, അതിവിടെ ഇട്ടേച്ചു പോവല്ല, ഇവിടെ അള്ളാഹിൻ്റെ അടുത്തേക്ക് വിട്ടാൽ മതി. അല്ല, അത് ഹബീബിനെ എത്തിക്കുകയാണ്. അപ്പം നമ്മുടെ തടി തന്നെ ഹബീബിൻ്റെ മുമ്പിലേക്ക് എത്തിക്കണമെന്ന് സലാം എത്തിക്കുന്ന ഹദീസ് വായിച്ചാൽ തന്നെ മനസ്സിലാവൂലേ എന്ന് മഹാന്മാർ ചോദിക്കുകയാണ്. യാ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഅന്ന സിയാറതഹു ഫീ ഖബ്രിഹി കസിയാറതിഹി ഖബ്ല മൗതിഹി. അങ്ങനെയാണ് അഹ്ലുസുന്നയുടെ അഖീദ. പുണ്യ നബി തങ്ങൾ വഫാത്താകുന്നതിൻ്റെ മുമ്പ് സ്വഹാബിമാർ പുണ്യ നബിയെ ചെന്ന് കണ്ടിട്ടുണ്ട്. അതുപോലെയുള്ളൊരു കാഴ്ച തന്നെയാണ്, ഒരു സിയാറത്ത് തന്നെയാണ് ഹബീബായ നബി തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നത്. അത് തങ്ങളെയാണ് സിയാറത്ത് ചെയ്യുന്നത്, തങ്ങളെ സിയാറത്ത് ചെയ്യൽ തന്നെയാണത്. അമ്പിയാക്കന്മാർ അവരുടെ ഖബറുകളിൽ ജീവിച്ചിരിക്കുന്നവരാണെന്ന് പരിശുദ്ധ റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്പിയാക്കന്മാർ ജീവിച്ചിരിക്കുന്നവരാണ്. ഹയാത്തുൻ, അള്ളാഹു അവർക്ക് നൽകുന്നൊരു പ്രത്യേകമായൊരു ജീവിതമാണത്. വല്ലദീ നഫ്സി ബിയദിഹി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയട്ടെ, ലയൻസിലന്ന ഈസ ഇബ്നു മറിയം അലൈഹിമസ്സലാം, മറിയം ബീവിയുടെ പുത്രൻ ഈസ അലൈഹിസ്സലാം, ثم لئن قام على قبري لأجيبنه, എൻ്റെ ഖബറിൻ്റെ അരികത്ത് വന്ന് മഹാനായ ഈസ നബി അലൈഹിസ്സലാം വന്ന് നിൽക്കുകയും എന്നോട് സംസാരിക്കുകയും എന്നോട് സലാം പറയുകയും ചെയ്യുമ്പോൾ ലഉജീബന്നഹു, മഹാനായ ഈസ നബി അലൈഹിസ്സലാമിന് ഞാൻ മറുപടി കൊടുക്കുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബി തങ്ങൾ പറയുന്നു, ഞാൻ ഈസ നബിക്ക് ഉത്തരം കൊടുക്കും.
ഈസാ നബി അലൈഹിസ്സലാം മസീഹുദ് ദജ്ജാലിന്റെ ശേഷമാണ് വരുന്നത്. യൻസിലു അലൽ മനാറത്തിൽ ബൈളാ ശർഖിയ്യ ദിമഷ്ക്, ഈസ്റ്റ് ഡമസ്കസിലെ ആ വെളുത്ത മുനാരത്തിലൂടെ മഹാൻ ഇറങ്ങി വരുമെന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ മസ്ജിദുൽ അമവി എന്ന് പറയുന്നൊരു പള്ളിയിലാണ് അവർ. ആ പള്ളി ഇപ്പം അവിടെ നിലവിലുള്ള പള്ളിയാണ്. വെളുത്ത മുനാരങ്ങളാണതിന്. അവിടെയാണ് സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ മഖാം കിടക്കുന്നത്, ഡമസ്കസിൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട പിതാവ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയം ആ രോഗം ബാധിച്ചപ്പോൾ ഔസാനി അൻ യുഅ്താ ബിഹി ഖബ്റൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനവറുകൾ പറഞ്ഞു, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഖബറിൻ്റെ അരികത്തേക്ക് എന്നെ കൊണ്ടുപോകണമേ. എന്നിട്ട് പറയണം, ഹാദാ അബൂബക്രിൻ യുദ്ഫനു ഇൻദക യാ റസൂലല്ലാഹ്, നബി തങ്ങളുടെ പരിശുദ്ധമായ ഖബറിൻ്റെ അരികത്ത് ചെന്ന് പറയണേ, ഇത് അബൂബക്കറാണ് റളിയല്ലാഹു അൻഹു നബിയെ, അങ്ങയുടെ അരികത്ത് മറവ് ചെയ്യപ്പെടാൻ ആഗ്രഹിച്ചു വന്നതാണ് എന്ന് നബിയോട് പറയണം. ഫഇൻ അദിന ലക്കും ഫഇൻ ഉദിന ലക്കും ഫദ്ഫനൂനി, അവിടുന്ന് ഹബീബായ നബി തങ്ങളുടെ സമ്മതം കിട്ടിയാൽ നിങ്ങൾ മറവ് ചെയ്യണേ. അവിടുന്ന് റെസ്പോൺസ് കിട്ടും. അത് കിട്ടേണ്ട ആളുകൾക്ക് ആ അവസ്ഥയിൽ അവർക്ക് കിട്ടിയിരിക്കും. അങ്ങനെ ഒരു സമ്മതം പുണ്യനബിയുടെ ഖബറിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഫദ്ഹബൂ ബി ഇലൽ ബഖീഅ, എന്നെ നിങ്ങൾ ബഖീയിൽ കൊണ്ടുപോകണം, ജന്നത്തുൽ ബഖീയിലേക്ക്. അവിടെ മറവ് ചെയ്താൽ മതി. നൂറുകണക്കിന് സ്വഹാബിമാർ അവിടെ ഉണ്ട്. ഫൗതിയ ബിഹി ഇലൽ ബാബ്, ഹബീബായ നബി തങ്ങളുടെ ഹുജ്റത്തിന്റെ ബാബിലേക്ക്, ഹബീബായ നബിയുടെ അരികത്തേക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ കൊണ്ടുവന്നു. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഹാദാ അബൂബക്കറിൻ, നബിയേ ഇത് അബൂബക്കറാണ് റളിയല്ലാഹു അൻഹു. സ്വഹാബിമാർ പറയാണ്, വഖദ് ഇഷ്തഹാ അൻ യുദ്ഫന ഇൻദക യാ റസൂലല്ലാഹ്, അങ്ങയുടെ അരികത്ത് മറവ് ചെയ്യപ്പെടണമെന്ന് വല്ലാതെ ആഗ്രഹിച്ചിട്ടുണ്ട്, ഞങ്ങളോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻ ഉദിന ലനാ ദഖൽനാ, ഞങ്ങൾക്ക് സമ്മതം കിട്ടിയാൽ ഞങ്ങൾ കടക്കും. വ ഇല്ലം യുദൻ ലനാ ഇൻസറഫ്നാ, ഞങ്ങൾക്ക് സമ്മതമില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു പോകും. അങ്ങനെ നബിയെ ഞങ്ങളോട് വസിയത്തുണ്ട്, എന്ത് വേണം, സിദ്ദീഖ് അങ്ങയുടെ അരികത്ത് മറവ് ചെയ്യട്ടെയോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഫനൂദീനാ, ഞങ്ങൾക്കൊരു വിളിയാളം കേൾക്കാൻ കഴിഞ്ഞു, ഉദ്ഖുലൂ വകറാമ, ഉദ്ഖുലൂ വകറാമ, വന്നോളൂ എല്ലാ ബഹുമാനത്തോടുകൂടെയും കടന്നോളൂ എന്ന് ഹബീബിൽ നിന്നൊരു ശബ്ദം ഞങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസുണ്ട്. റളിയല്ലാഹു അൻഹ, ഉദ്ഖുലൂ വകറാമ. അതുകൊണ്ട് ഈ ലോകങ്ങളെല്ലാം നമ്മൾ കാണുന്ന വെറുതെ ഒരു ബിൽഡിങ്ങുകളല്ല. കഅബയാണെങ്കിൽ തന്നെയും പരിശുദ്ധമായ ഹബീബിൻ്റെ മസ്ജിദാണെങ്കിൽ തന്നെയും അവിടെയെല്ലാം വിളിച്ചു പറയാൻ അല്ലാഹുവിൻ്റെ മലക്കുകൾ ഉണ്ടാകും. അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സാന്നിധ്യമുണ്ട്. ആ വിളിച്ചു പറയുന്നത് ഹബീബിൽ നിന്നുള്ള ശബ്ദമാണോ അല്ല മലക്കുകളുടെ ശബ്ദമാണോ? അവിടുന്ന് വിളിയാളം വന്നിട്ടുണ്ട്, ഉദ്ഖുലൂ വകറാമ, കടന്നോളൂ വകറാമ, എല്ലാ ബഹുമാനവും ആദരവും നിങ്ങൾക്കുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീന പള്ളിയിലെ മസ്ജിദുൻ നബവിയിലെ ഹമാം, അവിടുത്തെ മദീന പള്ളിയിലെ പ്രാവ് എന്ന് പറയപ്പെടുന്ന ഒരു മഹാനുണ്ട്. മക്കയിലെ ഹമാമുൽ ഹറം എന്നറിയപ്പെടുന്ന മഹാനാണ് അബ്ദുല്ലാഹ് ബിൻ സുബൈർ എന്നവർ, അസ്മാ ബീവിയുടെ കുട്ടി, അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുടെ പൊന്നുമോൻ. ഹിജ്റ വന്ന് കഴിഞ്ഞ് മദീനയിൽ ആദ്യം പ്രസവിക്കപ്പെട്ട ആദ്യത്തെ സ്വഹാബി കുട്ടി. ആ മഹാൻ അബ്ദുല്ലാഹ് ബിൻ സുബൈർ എന്നവർ മക്കയിൽ ഹമാമുൽ മസ്ജിദ് എന്നറിയപ്പെടാം. മക്കയിൽ നിന്നാൽ പ്രാക്കൾ വന്നിങ്ങ തലയിൽ നിൽക്കുന്നത് ഒരു മരമാണ്, ഒരു പില്ലറാണ് എന്ന് തോന്നുന്ന. നമ്പറില്ലേ? കോയങ്ങൾ നമ്പർ കൊടുക്കേ. അതുപോലെ മസ്ജിദുൻ നബവിയിൽ താബിഈങ്ങളുടെ നേതാവ്, താബിഈങ്ങളിൽ മഹാന്മാരിൽപ്പെട്ട ഫുഖഹാ ഉസ്സബഇൽപ്പെട്ട അൽ ഉലമാ ഉസ്സബഇൽപ്പെട്ട മഹാനാണ് സഈദ് ബിൻ മുസയ്യബ് റഹ്മത്തുള്ളാഹി അലൈഹി. മദീനക്കാരനാണ്. 40 വർഷം ഹബീബായ നബി തങ്ങളുടെ മസ്ജിദുൻ നബവിയിൽ ഇമാമോടുകൂടെയുള്ള തക്ബീറത്തുൽ ഇഹ്റാം എനിക്ക് നഷ്ടമായിട്ടില്ല എന്ന് പറഞ്ഞ മഹാൻ സഈദ് ബിൻ മുസയ്യിബ് റഹ്മഹുല്ലാ. മദീനയിൽ ഒരു കലാപമുണ്ടായ കാലമുണ്ടായിരുന്നു, ലയാലി അൽ ഹറ എന്ന് പറയുന്ന ഒരു കലാപകാലമുണ്ടായിരുന്നു. അബ്ബാസികളുടെ കാലഘട്ടം. അൽ ഹറ, ലയാലി അൽ ഹറ ദുരന്തം നടക്കുന്ന സമയത്ത് പള്ളിയിലേക്ക് വരാൻ ആളുകൾക്ക് പേടിയായിരുന്നു. ആരും വന്നിരുന്നില്ല. മസ്ജിദുൻ നബവിയിൽ പോലും അദാൻ വിളിക്കപ്പെടാത്ത, വാങ്കുവിളി വിളിക്കപ്പെടാത്തൊരു സമയമുണ്ട്. അത്ര വലിയൊരു ഭീകരമായൊരു കാലഘട്ടം മദീനയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിനാണ് ഹറ സംഭവം എന്ന് പറയാം. അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കല്ല. ആ സമയം പള്ളിയിൽ വാങ്കൊടുക്കാൻ മുഅദ്ദിനില്ല, ആരും പള്ളിയിൽ പോവില്ല. പക്ഷേ സഈദ് ബിൻ മുസയ്യിബ് എന്നവരുണ്ട്. അദ്ദേഹം താബിഈയാണ്, സ്വഹാബിമാരുടെ തൊട്ടുടനെ വന്ന മഹാനാണ്.
ലഖദ് റഅയ്തുനി ലയാലിയൽ ഹർറ വമാ ഫീ മസ്ജിദ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈരി. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പള്ളിയിൽ ഞാനല്ലാതെ മറ്റൊരാളും ഇല്ലായിരുന്നു. വമാ യഅതി വഖ്തു സ്വലാത്തിൻ ഇല്ലാ സമിഅതുൽ അദാന മിനൽ ഖബർ ഇല്ലാ സമിഅതുൽ അദാന മിനൽ ഖബർ. പരിശുദ്ധമായ ഹബീബിൻ്റെ റൗദയിൽ നിന്ന് നിസ്കാര സമയമാകുമ്പോൾ വാങ്ക് വിളിക്കാറുണ്ട്, ഞാനത് കേൾക്കാറുണ്ട്. 5 നേരവും ഹബീബിൻ്റെ റൗദയിൽ നിന്ന് ഞാൻ വാങ്ക് കേട്ടിട്ടുണ്ട് എന്ന് മഹാനായ ലോകപ്രശസ്തനായ പണ്ഡിതൻ മദീനക്കാരനായ ആലിം സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി തആല അലൈഹി. ആരും വാങ്ക് വിളിക്കാൻ മുഅദ്ദിനില്ല, പക്ഷേ പുണ്യനബിയുടെ റൗദയിൽ നിന്ന് വാങ്ക് വിളി കേൾക്കാറുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സംഭവം മഹാനായ അല്ലാമ ലാൽക്കായി അവരുടെ കറാമാത്തുൽ ഔലിയായിൽ അബൂ നഈം അൽ-അസ്ഫഹാനി തങ്ങൾ ദലായിലുൻ നുബുവയിലൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഹബീബിൻ്റെ റൗദയിൽ നിന്ന് അനുഭവിച്ച മഹാന്മാരാണത്. ഇബ്രാഹിം ഇബ്നു ഷൈബാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയട്ടെ, ഞാൻ ഹജ്ജിന് പോകുന്ന കാലം മദീനയിൽ വന്നു. ഫഖതഖദ്ദംതു ഇലാ ഖബ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പരിശുദ്ധമായ ഖബറിൻ്റെ അരികത്തേക്ക് വന്നു. ഫസല്ലംതു അലൈഹി. ഇന്നത്തെ പോലെ നമുക്ക് ഖബറിൻ്റെ അരികത്തേക്ക് പോകാൻ കഴിയില്ലല്ലോ. റസൂലുള്ളാഹി തങ്ങളുടെ പരിശുദ്ധമായ ഇന്ന് നമ്മൾ കാണുന്ന റൗള 3 ചെറിയ ദ്വാരങ്ങളാകാണ് അല്ലേ. ഹുനസ്സലാമു അലാ റസൂലില്ലാ, പിന്നെ ഇപ്പുറത്ത് സിദ്ദീഖ് തങ്ങളോട് സലാം പറയുന്ന സ്ഥലമാണ്. പിന്നെ ഇപ്പുറത്തൊരു ദ്വാരം, അവിടെ ഉമർ റളിയല്ലാഹു അൻഹു സലാം പറയുന്ന സ്ഥലമാണ്. നമ്മൾ ആ ഗ്രില്ല കാണുക. ആ ഗ്രില്ലിൻ്റെ ഉള്ളിൽ ഒരു വലിയ മതിലാണ്, ചുറ്റുമതിലാണ്. 4 ഭാഗത്തും ഏകദേശം പള്ളിയുടെ റൂഫിനോളം ഹൈറ്റുള്ള മതിലാണുള്ളത്. ആ മതിലിൻ്റെ ബാക്കിലാണ് റസൂലുള്ളാഹി തങ്ങളുടെ ഖബർ ഷരീഫ് ഉള്ളത്. ഇന്ന് നമുക്ക് എങ്ങനെ നോക്കിയാലും ഖബർ കാണാൻ കഴിയില്ല. മേലെന്ന് ഇറങ്ങാനേ കഴിയും, അതിലേക്ക് പോകാൻ വഴി പോലും ഇല്ല. അത് അന്നൊരു കാലത്ത് നൂറുദ്ദീൻ സംഗിയുടെ കാലത്തൊരു വലിയ ദുരന്തം നടക്കാൻ പോകുന്നത് മഹാനവറുകൾക്ക് സ്വപ്നദർശനമുണ്ടായതിൽ പിന്നെ, അതായത് റസൂലുള്ളാഹി തങ്ങളുടെ പരിശുദ്ധമായ ശരീരം അവിടുന്ന് കുഴിച്ചെടുത്ത് കൊണ്ടുപോകാൻ അന്നത്തെ ചില തീവ്ര സിന്ദീഖുകൾ, നിരീശ്വരവാദികൾ ചെയ്ത പണിയെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അന്നത്തെ ഖലീഫമാർ ചെയ്തു വെച്ചതാണ്. അതുകൊണ്ട് ഇപ്പം നമുക്ക് നോക്കിയാൽ കാണൂല, മക്കാമ് കാണൂല, കറുത്ത ചുമരുകളെ കാണും. ഏറ്റവും ഈ ഒരു ബിൽഡിങ്ങോളം ഇത്ര ഉണ്ടാവില്ല, എന്നാലും ഏകദേശം ഈ വുഡൻ വർക്ക് ചെയ്ത് അത്രയൊക്കെ ഹൈറ്റുള്ള 4 ചുറ്റുഭാഗത്തുമുള്ള മതിലുകളാണ്. അതിനകത്താണ് ഹബീബിൻ്റെ ഖബർ ഷരീഫ് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇബ്രാഹിം ഇബ്നു ഷൈബാൻ തങ്ങൾ പറയാ, അന്ന് ഇതൊന്നും അല്ലല്ലോ, അന്ന് അടുത്തേക്ക് ചെല്ലാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അരികത്തേക്ക് ചെന്നു. ഫസല്ലംതു അലാ റസൂലില്ലാ, അല്ലാഹുവിൻ്റെ ഹബീബിനോട് ഞാൻ സലാം പറഞ്ഞു. ഫസമിഅ്തു മിൻ ദാഖിലിൽ ഹുജ്റ, ഹബീബിൻ്റെ ഹുജ്റയിൽ നിന്ന്, ഹബീബിൻ്റെ റൗളയിൽ നിന്ന് ഞാൻ കേട്ടു അലൈക്കസ്സലാം, അലൈക്കസ്സലാം. അതിനെ സംബന്ധിച്ച് ദീർഘമായ കവിത. ഇങ്ങനെ സലാം കേട്ട ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് മഹാന്മാർ. ഉമർ ഖാദി തങ്ങളടക്കമുള്ള ആളുകളുടെ ചരിത്രങ്ങൾ ഇതിലേക്ക് ചേർത്ത് വെക്കാറുണ്ട്. ഇമാം ഷാദുലി തങ്ങളുടേതടക്കം. ഇന്ന ത്വാഹൽ അമീന ഇൻ സുർത ഖബ്റ ضم أعضاءه وأنت شهيد فإذا ما سلمت أنت عليه من قريب والشوق منك شديد رد من قبره السلام ولكن ليس يصغي إلى الكلام بليد. ആ കവിതയുടെ അർത്ഥം വളരെ മനോഹരമാണ്. പുണ്യ നബി തങ്ങളുടെ പരിശുദ്ധമായ ഖബർ, നഫ്സി ഫിദാഉൽ ലിഖബ്രിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. ഇന്നും ഹബീബിൻ്റെ റൗദൻ്റെ ആ പില്ലറിൻ്റെ മുകളിൽ 2 പില്ലറുകളിൽ എഴുതി വെച്ച കവിതകളാണത്. നഫ്സിൽ ഫിദാഉ ലിഖബ്രിൻ അൻത സാകിനുഹു, ഹബീബേ അങ്ങ് കിടക്കുന്ന അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറിലേക്ക് എൻ്റെ ശരീരം ദണ്ഡമാണ് നബിയേ, എൻ്റെ ശരീരം പോലും അങ്ങേക്ക് തരാൻ ഞാൻ ഒരുക്കമാണ്. ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു, എല്ലാവിധ ഔദാര്യവും എല്ലാ സഹനവും എല്ലാ ഗുണങ്ങളും ഒരുമിച്ച് കൂടിയ നബിയെ അങ്ങാണല്ലോ ആ ഖബറിൽ കിടക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ആ ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് അവിടുന്ന് സലാം പറയുന്നവരോട് റദ്ദ മിൻ ഖബ്രിഹി സലാമ വലാകിൻ, അവിടുന്ന് സലാം അടക്കുന്നുണ്ട്, പക്ഷേ ലൈസ യുസ്ഗി ഇലൽ കലാമി ബലീദു, ചെവി കേൾക്കാത്ത ആൾക്കത് കേൾക്കാൻ കഴിയില്ല, അത് കേൾക്കാൻ കഴിയുന്നവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അതൊരു അനുഭവമാണ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ പുത്തനാശയക്കാരായ ആളുകളല്ലാത്തവരൊക്കെ അത് മായാവി കഥയാണ് അങ്ങനെയൊക്കെ പറയും. ഹല്ലി വല്യ വിട്ടളെ അവർ നോക്കുന്നത്
പ്രത്യക്ഷമായൊരു ലോകമാണ്. ഇതാണ് അഹ്ലുസുന്നയുടെ ഒരു ഏറ്റവും വലിയ മഹത്വവും അതിൻ്റെ ഒരു പുണ്യവും അതാണ്. നമ്മൾ ഹദീസിലും ഖുർആനിലും സ്വഹാബത്തിൻ്റെ ജീവിതത്തിൽ നിന്നും പഠിച്ചെടുത്ത ഈ പ്രത്യക്ഷ ലോകത്തിൻ്റെ പിന്നിൽ കിടക്കുന്നൊരു ലോകമുണ്ട്. ആ ലോകം കാണാൻ കഴിയുന്നിടത്താണ് നമ്മൾ വിജയിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഈ കെട്ടിടം കാണാം, എല്ലാവരും കണ്ടൂടെ. പക്ഷെ ഇവിടെയുള്ള മലക്കുകളുടെ സാന്നിധ്യം, ഇവിടെയുള്ള സ്വാലിഹീങ്ങളായ ജിന്നുകളുടെ സാന്നിധ്യം, അള്ളാഹുവിൻ്റെ ഷായറുകളുടെ അവിടുത്തെ ആത്മീയമായ വെളിച്ചം, നമ്മുടെ കണ്ണുകൾക്കും കാതുകൾക്കും അതീതമായൊരു ലോകത്തെ ശബ്ദവും ചിത്രങ്ങളും, ഇത് കാണാൻ കഴിയുന്ന ഒരു ലെവലിലേക്ക് മുഅ്മിനീങ്ങൾക്ക് ഉയരാൻ കഴിയും. അത് ഇഹ്സാൻ എത്തുമ്പോഴാണ്. ഇസ്ലാമും ഈമാനും കഴിഞ്ഞ് ഇഹ്സാനിലേക്ക് എത്തുമ്പോഴേ അവർക്കതിന് സാധിക്കുന്നതാണ്. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ സലാം പറഞ്ഞാലൊക്കെ റെസ്പോൺസ് കിട്ടും. അവിടുന്ന് കാര്യങ്ങൾ പറയുമ്പോൾ കേൾക്കാൻ കഴിയും. അതൊന്നും ശിർക്കും കുഫറും ബിദ്അത്തൊന്നും അല്ലത്. അതറിയാത്തത് കൊണ്ടാണ്. അനുഭവിക്കാത്ത ആളുകൾക്ക് അനുഭവമില്ലാത്തവർ അതിന് ശത്രുക്കളാണ്. സിഹർ പോലും ഇല്ല എന്ന് പറയും ചൊല്ലില്ല. അത് പറ്റി നോക്കണം, താനേ വഴിക്ക് വരും. അവർ ഡോക്ടർമാരുടെ അടുത്ത് ഓടി നടന്നിട്ടേ കാശ് കൊണ്ടുപോയി ചൊരിഞ്ഞിട്ടും ഫലം കിട്ടാതെ അവസാനം തിരിയ ഇതിങ്ങനെ എന്തോ ഒരു അപകടം സംഭവിച്ചത്. അതുവരെ വിശ്വസിക്കാത്തൊരു മനുഷ്യൻ സെഹറുണ്ടെന്നും ഷൈത്താന്മാർ ഉപദ്രവിക്കുന്നു എന്നും തിരിച്ചറിയും. ഖുർആൻ പറഞ്ഞ വിഷയമല്ലേ അത്. വമാഹും ബിളാരിന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാ. സെഹർ കൊണ്ട് ഉപദ്രവം ഉണ്ടാവും, പക്ഷെ അത് അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടെ തന്നെ, അള്ളാഹ് കണക്കാക്കിയെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. പിശാചുകളൊക്കെ അള്ളാഹിൻ്റെ സൃഷ്ടികൾ തന്നെയാണ്. പക്ഷെ ആ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞാലും ചിലർ പറയും എനിക്കതിലൊന്നും വിശ്വാസമില്ല, ഞാൻ അതൊന്നും വിശ്വസിക്കാത്ത. ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഇഷ്ടമായി. പക്ഷേ അനുഭവം വരുമ്പോൾ അത് ബോധിക്കും. എന്ന പോലെ ഈ ആത്മീയ ലോകത്തിൻ്റെ വിഷയം അങ്ങനെയാണ്. അത് അനുഭവിക്കാതിരിക്കുമ്പോൾ നമ്മൾ ഈ തവസ്സുൽ ഇസ്തിഗാസ എന്നൊക്കെ പറഞ്ഞ വിഷയങ്ങളുണ്ടല്ലോ, അത് നമ്മൾ ഈ അങ്ങാടിയിലും കവലയിലും ഒക്കെ ചർച്ച ചെയ്തിട്ടാണ് ഇത്ര വഷളായിപ്പോയത്. അതിൻ്റെ അർബാബുകളായ ആളുകൾ, അത് അനുഭവിക്കുന്ന ആളുകൾ അവരുടെ മുരീദന്മാർക്ക്, അവരുടെ ശിഷ്യന്മാർക്ക് ആ അനുഭവം വെച്ച് പറഞ്ഞു കൊടുത്താൽ തിരിയുന്ന വിഷയമാണ്. ഇത് അനുഭവങ്ങളാണ്. ഈ അനുഭവങ്ങളെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞോളന്നില്ല. ഇങ്ങനെ സംഭവം ഉണ്ട് അള്ളാഹുവിൻ്റെ ദീനിൽ. അത് വേറെ ചർച്ചയാണ് ഇൻഷാ അല്ലാഹ്. റദ്ദ മിൻ ഖബ്രിഹി സലാമ വലാകിൻ ലൈസ യുസ്ഗി ഇലൽ കലാമി ബലീദു. അവിടത്തോട് സലാം പറയുമ്പോൾ ഹബീബിൻ്റെ ഖബറിൽ നിന്ന് സലാമിന് മറുപടി വരുന്നുണ്ട്. പക്ഷേ ചെവി കേൾക്കാത്തവർക്ക് അത് കേൾക്കാൻ കഴിയില്ല. ഫഇദാ ഫുഹത ബിസ്സലാമി അലൈഹി നാഇയദ്ദാരി വൽ മസാറു ബഈദു. ഹബീബിൻ്റെ അരികത്ത് വരാതെ ദൂരെ നാട്ടിൽ നിന്നാണ് ഹബീബിനോട് സലാം പറയുന്നതെങ്കിൽ ബല്ലഗതുഹുൽ മലായികുൽ ഗുർറു ഹഖ്ഖാ അൻകമാ കുൻത ബിസ്സലാമി തജൂദു. അല്ലാഹുവിൻ്റെ മലക്കുകൾ നിന്റെ കയ്യിൽ നിന്നും ആ സലാം, നിന്റെ വായിൽ നിന്ന് വീഴുന്ന സലാമിനെ അല്ലാഹുവിൻ്റെ മലക്കുകൾ അതുപോലെ ഹബീബിൻ്റെ റൗദയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അജബം മിൻക ഫിസ്സലാത്തി തുനാദി ذاته أيها النبي المجيد. അത്ഭുതമല്ലേ, നിസ്കാരത്തിൽ നിങ്ങൾ വിളിക്കുന്നില്ലയോ ദാതഹു, ഹബീബിനെ വിളിക്കണില്ലേ? അയ്യുഹൻ നബിയു, ഓ നബിയേ, അൽ മജീദ്, ഹബീബായ നബിയെ നിങ്ങൾ നിസ്കാരത്തിൽ വിളിക്കണില്ലേ? അയ്യുഹൻ നബി. ഒരാളെ വിളിക്കുമ്പോൾ അങ്ങനെ പറയാം അയ്യുഹ. നാളെ ഒരാളെ വിളിക്കുമ്പോൾ അയ്യുഹ എന്ന് വിളിക്കും. അയ്യുഹ കോയ എന്ന് പറഞ്ഞാൽ കോയെന്ന് അതിനെ വിളിക്കുന്നത്. അയ്യുഹൽ ഫജൽ, നമ്മൾ റെക്കോർഡിംഗ് ഒക്കെ ചെയ്യുന്ന മഹാനായ കോയ സാഹിബാണത്. അപ്പോൾ അയ്യുഹ എന്നാ വിളിക്കുക. അപ്പോൾ പറയുമ്പോൾ പെട്ടെന്ന് അറ്റൻഷനാവും. അടുത്തുള്ള ആളിനെ അയ്യുഹ എന്ന് വിളിക്കുക. അപ്പോൾ പെട്ടെന്ന് ഉണരും. പുണ്യ നബിയെ നിങ്ങൾ നിസ്കാരത്തിൽ വിളിക്കുന്നില്ലേ? അജബം മിൻക ഫിസ്സലാത്തി തുനാദി ദാതഹു അയ്യുഹൻ നബിയുൽ മജീദു. എവിടെയാണത്? അത്തഹിയാത്തു ലില്ലാഹി വസ്സലവാത്തു വത്വയ്യിബാത്ത്. അങ്ങനെയുണ്ട് അത്തഹിയാത്തിൻ്റെ ഒരു റിവായത്ത് അങ്ങനെയാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബി, അസ്സലാമു അലൈക അയ്യുഹൻ നബി. അസ്സലാമു അലൻ നബി എന്നല്ല, നബിക്ക് അള്ളാഹുവിൻ്റെ രക്ഷ ഉണ്ടാകട്ടെ അങ്ങനെയും പറയാം. പക്ഷെ അത്തഹിയാത്തിൽ എന്താ പറയുന്നത്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, നബിയേ, അയ്യുഹൻ നബിയു, നബിയായവരെ അങ്ങേക്ക് അള്ളാഹുവിൻ്റെ സലാം ഉണ്ടാകട്ടെ. അത് ഹബീബിനെ ഡയറക്റ്റ് വിളിക്കുകയാണത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വതുഹീഹി ബിൽ ഖിതാബി കിഫാഹാ. അങ്ങനെ ഹബീബിനോട് ഖിതാബല്ലേ നിങ്ങൾ പറയുന്നത്? സെക്കൻഡ് പേഴ്സൺ ആണ്. യു, അങ്ങ് എന്ന് പറയുന്ന അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഓ മെസ്സഞ്ചർ ഓഫ് അല്ലാഹ്, പീസ് ആൻഡ് ബ്ലെസ്സിങ്സ് ഓഫ് അല്ലാഹ് ബി അപ്പോൺ യു. അങ്ങേക്ക് അല്ലാഹുവിൻ്റെ രക്ഷയും സമാധാനം ഉണ്ടാവട്ടെ നബിയെ. ഇതാണ് അത്തഹിയാത്ത് പറഞ്ഞത്. നബി തങ്ങളെ നേരിട്ട് ഖിതാബ് ചെയ്യാണ്. ثم تنفي حياته وتميد. അങ്ങനെ ഹബീബായ നബിയെ നേരിട്ട്
അതൊക്കെ പറയാം അബി അവിടെ ജീവനില്ലല്ലോ, മരിച്ചു പോയില്ലേ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നില്ലേ? എങ്ങനെയാണോ നിങ്ങൾ പറയുന്നത്? وتحييه بالخطاب كفاحا ثم تنفي حياته وتميد فعليه الصلاة ما افتر روض وعليه السلام مخضر وعود إن لله ملكا أعطاه الله أسماع الخلائق. മനുഷ്യരുടെ മുഴുവൻ ചെവികളും കേൾവികളും അള്ളാഹു നൽകിയ ഒരു മലക്ക് അള്ളാഹുവിനുണ്ട് എന്ന് ഇമാം ബുഖാരിയുടെ താരീഖിൽ പറയുന്നുണ്ട് ഒരു ഹദീസ്. ഖായിമുൻ അലാ ഖബ്രി, എൻ്റെ ഖബറിൻ്റെ അരികത്താണ് ആ മലക്കുള്ളത്. ഫമാ മിൻ അഹദിൻ യുസല്ലി അലയ്യ സ്വലാത്തൻ ഇല്ലാ ബുല്ലിഗ്തുഹാ. അതുകൊണ്ട് ആര് സലാം പറഞ്ഞാലും ആ സലാം എന്നിലേക്ക് എത്തിച്ചു തരാനുള്ള ഡ്യൂട്ടി ആ മലക്കിനുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരിയുടെ താരീഖുൽ കബീറിൽ ഉദ്ധരിച്ച ഹദീസാണിത്. അങ്ങനെ ഒരു മലക്കുണ്ട്. നമ്മൾ മൊബൈൽ ടവർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഏത് സിഗ്നലും പിടിച്ചെടുക്കാൻ മൊബൈൽ ടവർ ഉണ്ട്. ഭൂമിയിലാകുമ്പോൾ ഒരുപാട് ടവർ കൊടുക്കേണ്ടി വരും, ഉരുണ്ടിട്ടല്ലേ ഭൂമി. ആകാശത്തെ സാറ്റലൈറ്റുകൾ അങ്ങനെ ഒരുപാട് ഇടങ്ങളിൽ കൊടുക്കും. ഇതൊക്കെ ഒരുമിച്ച് ഒരു പോയിന്റിൽ കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ അതാണ് ഏറ്റവും ചിലവ് കുറവ്. പക്ഷേ ഭൂമി ഉരുണ്ടതായതുകൊണ്ട് സിഗ്നലുകൾ പല റേഞ്ചിൽ പോകണം. അപ്പോൾ ഓരോ ഏരിയ കവർ ചെയ്യാൻ വ്യത്യസ്തമായ ടവറുകൾ ഭൂമിയിൽ കൊടുക്കണ പോലെ ആകാശത്തെ വ്യത്യസ്ത സാറ്റലൈറ്റുകൾ കൊടുത്തിരിക്കുക. ഞാനിപ്പോൾ ഇവിടെ നിന്ന് എൻ്റെ ഫോണിൽ നിന്ന് നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഈ വിളി നേരെ ഇങ്ങോട്ടാണ് വരുന്നത്. അല്ലല്ലോ, ഇതെവിടെ പോകണം? മേലോട്ട് സാറ്റലൈറ്റിൽ പോയിട്ട് നമ്മുടെ മൊബൈൽ കണക്ഷൻ ഏത് ടവറാണോ എടുക്കുന്നത് ആ ടവറിൽ നിന്ന് വേണം നിങ്ങളുടെ ഫോണിലേക്ക് വരാൻ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചാൽ പോകുന്നത് അങ്ങോട്ടാണ്, എന്നിട്ടേ വരുള്ളൂ. ഇത് മനുഷ്യന് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഹബീബിന് സ്വലാത്ത് ചൊല്ലുമ്പോൾ കിട്ടാൻ എന്ത് പ്രയാസമുള്ളത്? അതുകൊണ്ടൊരു 3 സ്വലാത്ത് ഹബീബിൻ്റെ മേൽ ചൊല്ലിയിരിക്കുക. നമ്മൾ സല്ലു അലൻ നബി മുഹമ്മദിൻ വാലി. എണീക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് എണീറ്റുള്ളൊന്ന് ഫ്രഷ് ആവാലോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين.